ഇന്ന് നമുക്ക് ഒരു ഇഫ്താർ പാർട്ടിക്ക് പോയാലോ? പെരുന്നാളൊക്കെ കഴിഞ്ഞ് കുറേ ദിവസമായി നിനക്കറിയാം. ഇത് പെരുന്നാളിന് മുന്നേ ഞാൻ പോയ ഒരു ഇഫ്താർ പാർട്ടിയാണ്. ഇപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാനൊരു ടൈം കിട്ടുന്നത്. ഡാഫ്സിയിൽ വെച്ചിട്ട് ഇന്ന് ഏട്ടൻ്റെ ഓഫീസിൻ്റെ ഇഫ്താർ പാർട്ടി ആയിരുന്നു. വർഷാവർഷങ്ങളായിട്ട് നടക്കുന്ന ഒരു ചടങ്ങാണ് ഇഫ്താർ പാർട്ടി. ഏട്ടൻ്റെ ഓഫീസിലെ ഫ്രണ്ട്സും ഫാമിലിയും കൊലീഗ്സും എല്ലാവരും കൂടെ ഉള്ള ഒരു ഇഫ്താർ പാർട്ടിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇഫ്താർ പാർട്ടിക്ക് പോകാന്നുള്ളത്. കാരണം കുറേ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാമല്ലോ. ആദ്യം തന്നെ ജ്യൂസും കടി ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. കട്ട്ലറ്റ്, ഉന്നക്കായ, അങ്ങനെ കുറേ ഐറ്റംസ്. നിത്താൻ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. കാരണം അവൻ്റെ ഉറക്കിൻ്റെ ഒരു ടൈമാണ് ഈ ഒരു സമയം. ജ്യൂസും കടി ഐറ്റംസൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ മെയിൻ കോഴ്സിലോട്ട് പോവാണ്. നിത്താൻ കയ്യിലുള്ളതുകൊണ്ടേ എനിക്കിപ്പം ബഫറ്റൊന്നും ഒറ്റക്ക് പോയിട്ട് എടുക്കാൻ പറ്റില്ല. സോ ഞാൻ ഏട്ടനെയാണ് ആ കാര്യം ഏൽപ്പിച്ചത്. പുള്ളി വളരെ ഭംഗിയായി എല്ലാ സാധനങ്ങളും ഒരു പ്ലേറ്റിൽ ഇട്ടുകൊണ്ട് തന്നെ എനിക്ക് എന്തൊക്കെയാണ് ഐറ്റംസ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞാൻ വേറൊരു പ്ലേറ്റ് വാങ്ങി ഫുഡ് ഇങ്ങനെ സോർട്ട് ചെയ്ത് വെക്കുവാണ്. കുബൂസ് ഉണ്ടായിരുന്നു, ഫിഷ് പൊള്ളിച്ചതുണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, ബിരിയാണി ഉണ്ടായിരുന്നു. കൂടെ നല്ല പിക്കിൾഡ് സാലഡ്സ് ഉണ്ടായിരുന്നു, മയണൈസ്, ഹമ്മോസൊക്കെ പിന്നെ മസ്റ്റായിട്ട് ഉണ്ടാവുമല്ലോ. പ്രോൺസ്, പുട്ട്, പത്തിരി, നെയ്പത്തിരി, അങ്ങനെ ഒരു ലോഡ് ഐറ്റംസ് ഉണ്ടായിരുന്നു. ചെമ്മീൻ ഉണ്ടായിരുന്നു ഒരു സൈഡിൽ, നല്ല പോലെ ഇങ്ങനെ മസാലയിട്ട് ഫ്രൈ ചെയ്ത്. ഒരുപാടൊന്നും കഴിച്ചില്ലെങ്കിലും എല്ലാ ഐറ്റംസും കുറച്ച് കുറച്ച് കഴിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. മട്ടൻ ഉണ്ടായിരുന്നു കേട്ടോ, ഫിഷ് കറി ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ ഡെസേർട്ടായിട്ട് ഗുലാബ് ജാമുൻ ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഒരു പുഡിങ് ഉണ്ടായിരുന്നു, പിന്നെ ബ്രെഡിൻ്റെ ഒരു ഐറ്റം കൂടി ഉണ്ടായിരുന്നു. നോമ്പിൻ്റെ സമയം പ്രത്യേകിച്ച് ദുബായിലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആയിട്ട് ഇഷ്ടംമാതിരി ഫുഡ് കിട്ടും. പിന്നെ ഈ മുട്ട സിർക്ക അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നീതാനിതാ കുറച്ച് അലമ്പാക്കി തുടങ്ങി. എന്നാൽ പിന്നെ നമുക്ക് വീട്ടിൽ പോയാലോ? അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.